നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ആ വലിയ തറവാട്ടിലേക്ക് മാളവിക വന്നിറങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അർജുൻ അവളുടെ പ്രിയപ്പെട്ടവനാണ്. പക്ഷേ ആ വീട്ടിലെ ജീവിത രീതികൾ അവൾക്ക് ശീലമില്ലാത്തതായിരുന്നു. മാളവികയ്ക്ക് ആ വീട് ആദ്യമൊക്കെ ഒരു അത്ഭുതമായിരുന്നു. നഗരത്തിലെ ഒരു ഫ്ലാറ്റിൽ നിയന്ത്രണങ്ങളോടെ വളർന്നവളാണ് അവൾ. അച്ഛൻ വിരമിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. വീടിനുള്ളിൽ ഗൗരവം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമായിരുന്നു അവളുടേത്. ആ വീട്ടിൽ സ്നേഹം എന്നത് എല്ലാവരുടെയും ഉള്ളിലായിരുന്നു. ഒരിക്കലും വാക്കുകളിലോ പ്രകടനങ്ങളിലോ ആയിരുന്നില്ല. അച്ഛൻ അമ്മയോട് സ്നേഹമുണ്ടെന്ന് ഒരിക്കൽ പോലും പറയുന്നത് അവൾ കേട്ടിട്ടില്ല. വിവാഹം കഴിഞ്ഞ് അർജുൻ്റെ വീട്ടിലെത്തിയ ആദ്യ ദിവസം മുതൽ തന്നെ മാളവികയ്ക്ക് അവിടെയെല്ലാം പുതുമയായിരുന്നു. അർജുൻ വളരെ തുറന്ന പ്രകൃതക്കാരനാണ്. പക്ഷേ അവൾക്ക് അത്ഭുതം തോന്നിയത് അർജുൻ്റെ അച്ഛൻ മാധവൻ നായരെയും അമ്മ രാധയെയും കണ്ടപ്പോഴാണ്. വിവാഹം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അവൾ ചില കാഴ്ചകളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. ഒരു ദിവസം വൈകുന്നേരം ചായയുമായി ഉമ്മറത്തെത്തിയ മാളവിക കണ്ടത് ഊഞ്ഞാലിൽ ഇരിക്കുന്ന അമ്മായിയമ്മ രാധയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന അമ്മായിയപ്പൻ മാധവൻ നായരെയാണ്. അമ്മ അച്ഛൻ്റെ മുടിയിഴകളിൽ തലോടുന്നു. അതു കണ്ടതും മാളവിക പെട്ടെന്ന് തന്നെ അകത്തേക്ക് വലിഞ്ഞു. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. സ്വന്തം വീട്ടിൽ അച്ഛൻ ഒരു വാക്കിന് അപ്പുറം അമ്മയോട് സംസാരിക്കുന്നത് അവൾ കണ്ടിട്ടില്ല. ഒരു പ്രായം കഴിയുമ്പോൾ സ്നേഹം എന്നത് ഉള്ളിലൊതുക്കേണ്ട ഒന്നാണെന്നാണ് അവൾ അവളുടെ ജീവിതത്തിൽ നിന്നും പഠിച്ചത്. അതുപോലെ വേറൊരു ദിവസം രാവിലെ അടുക്കളയിൽ ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയായിരുന്നു മാളവിക. അമ്മ ദോശ ചുടുന്നുണ്ട്. അപ്പോഴാണ് മാധവൻ നായർ ഉമ്മറത്തു നിന്നും അകത്തേക്ക് കയറി വന്നത്. രാധേ, എൻ്റെ ആ നീലമുണ്ട് എവിടെയാ വെച്ചത്? അച്ഛൻ ചോദിച്ചു. അത് അലമാരയുടെ താഴത്തെ തട്ടിലുണ്ട്, ഞാനിപ്പോൾ എടുത്തു തരാം, അമ്മ മറുപടി നൽകി. അവൾ കറിവേപ്പില പറിച്ചെടുക്കാനായി അടുക്കളമുറ്റത്തേക്ക് ഇറങ്ങിപ്പോയ സമയത്താണ് അച്ഛൻ അടുക്കളയിലേക്ക് വരുന്നത്. നോക്കിയപ്പോൾ അമ്മ മാത്രമേ അവിടെയുള്ളൂ. അച്ഛൻ പതുക്കെ അമ്മയുടെ അരികിലെത്തി. മാളവിക അടുക്കളപ്പുറത്തുണ്ടെന്നും ഇപ്പോൾ കയറി വരുമെന്നും അയാൾ ചിന്തിച്ചിരുന്നില്ല. അമ്മയുടെ തോളിൽ കൈവച്ച് നെറ്റിയിൽ ഒന്നൊരുമിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു, നീ ഈ സാരി ഉടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. കൃത്യം ആ സമയത്താണ് മാളവിക കറിവേപ്പിലയുമായി അവിടേക്ക് കയറി വന്നത്. അവൾ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചുകൊണ്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങിപ്പോയി. അവൾ ആകെ വല്ലാതെയായിപ്പോയി. തൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ദിവസങ്ങൾ കടന്നു പോകുന്തോറും മാധവൻ നായരുടെ പെരുമാറ്റം മാളവികയ്ക്ക് ഒരു തരം വെറുപ്പായി മാറി. വൈകുന്നേരം പൂമുഖത്ത് അവർ ഒരുമിച്ചിരിക്കും. അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന് അച്ഛൻ പഴയ കഥകളൊക്കെ പറയും. ചിലപ്പോൾ അവരെ കെട്ടിപ്പിടിക്കും, ചിലപ്പോൾ ഉമ്മ വയ്ക്കും. അമ്മയും തിരിച്ചൊന്നും പറയില്ല. അയാളുടെ എല്ലാ കളികൾക്കും കൂട്ടുനിന്നു കൊടുക്കും. മരുമകൾ അടുത്തുണ്ടെന്ന ചിന്ത പോലും അവർക്കില്ലാത്തതുപോലെ തോന്നി അവൾക്ക്. ഇയാൾ എന്തൊരു മനുഷ്യനാണ്, അയ്യേ ഇങ്ങനെയുണ്ടോ? അവൾ സ്വയം പിറുപിറുക്കും. ഈ പ്രായത്തിലും നാണമില്ലേ ഇങ്ങനെയൊക്കെ കാണിക്കാൻ? വൃത്തികെട്ട സ്വഭാവം. അവൾ അർജുനോട് പലതവണ ചോദിക്കാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവളുടെ പെരുമാറ്റത്തിൽ പതിയെ പതിയെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അച്ഛൻ സ്നേഹത്തോടെ വർത്തമാനം പറയാൻ വന്നാൽ അവൾ ഒഴിഞ്ഞുമാറി. അദ്ദേഹം ചായ ചോദിച്ചാൽ ഗൗരവത്തിൽ മേശപ്പുറത്ത് വെച്ചു കൊടുക്കും. മാധവൻ നായർ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഓരോ ദിവസം കഴിയും തോറും അച്ഛൻ്റെയും അമ്മയുടെയും പെരുമാറ്റം മാളവികയിൽ വെറുപ്പുണ്ടാക്കി. അടുക്കളയിൽ പണി ചെയ്യുന്ന അമ്മയെ പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിക്കുന്നതും എവിടെയെങ്കിലും പോയി വരുമ്പോൾ മുല്ലപ്പൂവ് കൊണ്ടുവന്ന് മുടിയിൽ വെച്ചു കൊടുക്കുന്നതും അവൾക്ക് അരോചകമായി തോന്നി. ഈ പ്രായത്തിലാണോ ഇങ്ങനെ? വെറുതെ ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ നാണവുമില്ല മാനവുമില്ല. ഓരോ തവണ അവരുടെ സ്നേഹപ്രകടനം കാണുമ്പോഴും അവൾ സ്വയം ചോദിച്ചു പോകും. ഒരിക്കൽ മഴയുള്ള ഒരു വൈകുന്നേരം അർജുൻ ജോലി കഴിഞ്ഞു വന്നതാണ്. അമ്മയും അച്ഛനും ഉമ്മറത്തിരിപ്പുണ്ട്. മാളവികയെ നോക്കിയപ്പോൾ അവിടെ എങ്ങും കണ്ടില്ല. അടുക്കളയിൽ വന്നു നോക്കിയപ്പോൾ അടുക്കളപ്പുറത്തെ പച്ചക്കറികൾക്ക് വെള്ളം നനയ്ക്കുകയാണ് അവൾ. അവളെയൊന്ന് നോക്കിക്കൊണ്ട് തന്നെ അവൻ മുറിയിലേക്ക് നടന്നു. കുളിച്ചു മാറ്റി വന്നു നോക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ചായ ഇടുന്നുണ്ട് അവൾ. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പിറകിലൂടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ചതും അവളൊന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി.
അവളുടെ ഞെട്ടൽ അവന് നന്നായി മനസ്സിലായിരുന്നു. എന്താ മാളു, എന്തിനാ നീ ഇങ്ങനെ ഞെട്ടുന്നേ? ഞാനല്ലേ? അവൾക്ക് അവൻ പറയുന്നതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ. അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതറി മാറി. എന്താ മാളു, എന്താ പ്രശ്നം? അവൾക്കെന്തെങ്കിലും സൗന്ദര്യ പ്രശ്നമാകുമെന്ന് കരുതി അർജുൻ ചോദിച്ചു. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഏട്ടൻ്റെ അച്ഛനെപ്പോലെ ആകാനാണോ ഏട്ടൻ്റെ ഭാവം? ഈ കാണിക്കുന്നതൊക്കെ വെറും മോശം കാര്യങ്ങളാണ്. അവൾ പറഞ്ഞതു കേട്ട് ഒന്നും മനസ്സിലാകാതെ അർജുൻ സ്തബ്ധനായി നിന്നുപോയി. നീ ഇതെന്തൊക്കെയാ മാളു പറയുന്നേ? അച്ഛൻ എന്ത് മോശം കാര്യമാ ചെയ്തേ? അവൻ ചോദിച്ചു. ഇല്ലേ, ഒന്നും ചെയ്തില്ലേ. ഈ പ്രായത്തിലും അമ്മയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതും പരിസരം പോലും നോക്കാതെ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് അറപ്പാണ് തോന്നുന്നത്. അവൾ പറഞ്ഞുപോയി. ഒരു ഞെട്ടലോടെ അവൾ പറയുന്നതെല്ലാം കേട്ടുനിന്ന അർജുൻ പിന്നെ പതിയെ ചിരിച്ചു. അതൊക്കെ അവരുടെ സ്നേഹമല്ലേ എൻ്റെ മാളു? അവൻ നേർത്തൊരു ചിരിയോടെ തന്നെ ചോദിച്ചു. അല്ല, അത് വൃത്തികേടാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അവൾ തീർത്തു പറഞ്ഞു. അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു നിന്നതല്ലാതെ വേറെയൊന്നും പറഞ്ഞില്ല. ഏട്ടാ, അച്ഛനും അമ്മയും എപ്പോഴും ഇങ്ങനെയാണോ? എനിക്കെന്തോ ഇതെല്ലാം കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. ഞാൻ ഇതുപോലെ വേറെ എവിടെയും കണ്ടിട്ടില്ല. എന്തിന് എൻ്റെ അച്ഛൻ അമ്മയോടൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കുന്നത് പോലും കണ്ടിട്ടില്ല. അവൻ്റെ നോട്ടം കണ്ട് അവൾ പതിയെ ചോദിച്ചു. അതുകേട്ട് അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ മാളു? നീ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നിന്റെ വീട്ടിലും ഇങ്ങനെയല്ല. അതുകൊണ്ടാണ് നിനക്ക് എന്തോ പോലെ തോന്നുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കാണുന്നതാ എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം. അവരെന്നും ഇങ്ങനെ തന്നെ ഇരിക്കണമെന്ന എൻ്റെ ആഗ്രഹം. അതാ എൻ്റെ സന്തോഷം. അച്ഛനും അമ്മയും എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ പോലും വഴക്കിടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരെന്നും ഇങ്ങനെയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പ്രണയം എൻ്റെ അച്ഛൻ്റേതും അമ്മയുടേതുമാണ്, അർജുൻ പറഞ്ഞു. പക്ഷേ അവൻ്റെ മറുപടിയൊന്നും മാളവികയെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിയില്ല. മാധവൻ നായരോടുള്ള അവളുടെ പെരുമാറ്റത്തിൽ ഒരു അകൽച്ച വന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം സ്നേഹത്തോടെ വിളിച്ചാൽ പോലും അവൾ പതിയെ ഒഴിഞ്ഞുമാറി. അന്ന് രാത്രി മാളവികയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. മനസ്സിൽ നിറയെ അസ്വസ്ഥതകളായിരുന്നു. എന്തൊക്കെയോ ചിന്തകൾ, ചോദ്യങ്ങൾ. ഉത്തരം കിട്ടാത്ത ആ ചോദ്യങ്ങളുമായി എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വീണു. വർഷങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. മാളവികയ്ക്കും അർജുനും വയസ്സായി. അവളുടെ മുഖം ചുളിഞ്ഞിരിക്കുന്നു. മുടി നരച്ചു വെളുത്തു. കൈകൾ വിറയ്ക്കുന്നു. അവൾ മുറിയിലെ കട്ടിലിൽ കിടക്കുകയാണ്. അർജുൻ കട്ടിലിൻ്റെ ഒരു ഭാഗത്തായി ഇരിക്കുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ സ്നേഹത്തിൻ്റെ ഒരു തരി പോലുമില്ല. അവൾ വേദന കൊണ്ട് പുളയുമ്പോഴും അവൻ ഫോണിൽ നോക്കിയിരിക്കുന്നു. ഏട്ടാ, എനിക്ക് കുറച്ച് വെള്ളം എടുത്തു തരാമോ? അവൾ വളരെ പ്രയാസപ്പെട്ട് ചോദിച്ചു. അവൻ കേട്ടിട്ടും കേൾക്കാത്തതുപോലെ ഇരിക്കുന്നതാണോ എന്തോ അവനിൽ നിന്നും മറുപടി ഒന്നുമില്ല. അവൾ വീണ്ടും കുറച്ചുകൂടി ശബ്ദത്തിൽ വിളിച്ചതും അവൻ ദേഷ്യത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? നിനക്ക് വെള്ളം വേണമെങ്കിൽ പതിയെ പോയി എടുത്തു കുടിച്ചൂടെ? വയസ്സായപ്പോൾ നിനക്ക് വെറുതെ ഓരോന്ന് തോന്നി തുടങ്ങും. അത്ര വലിയ ക്ഷീണമൊന്നും നിനക്കില്ല. നിന്നെ കാണുന്നത് തന്നെ എനിക്കിപ്പോൾ ദേഷ്യമാണ്. മിണ്ടാതെ അവിടെ എങ്ങാനും കിടക്കാൻ നോക്ക്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ തനിച്ചായി. തൊണ്ട വറ്റി വരളുന്നുണ്ട്. അവൾ എങ്ങനെയോ ആ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു. വെള്ളം കുടിച്ചിട്ടും ദാഹം തീരാത്തതുപോലെ. നിറഞ്ഞ കണ്ണുകളോടെ വേരിക്കോസ് വന്ന് അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന കാലിലേക്ക് അവളൊന്ന് നോക്കി. ഒരു തുള്ളി സ്നേഹത്തിനു വേണ്ടി അവൾ ആ മുറിയിൽ ദാഹിച്ചു കിടന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി. തന്നെ ഒന്ന് തൊടാനോ ഒന്ന് തലോടാനോ നല്ലൊരു ആശ്വാസവാക്ക് പറയാനോ പോലും ആരുമില്ലാത്ത ആ അവസ്ഥ. പ്രായമായാലും രോഗം വന്നാലും എന്നെ ഒന്ന് സ്നേഹിച്ചുകൂടെ? ഞാൻ ആ മനുഷ്യൻ്റെ ഭാര്യയല്ലേ? പണ്ടൊക്കെ എന്നോടെന്ത് സ്നേഹമായിരുന്നു. ഇപ്പോൾ ആ സ്നേഹമൊക്കെ എവിടെ പോയി? അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഒരു നിമിഷം അവളുടെ ഓർമ്മകൾ കല്യാണം കഴിഞ്ഞ ആ നാളുകളിലേക്കെത്തി. തൻ്റെ അമ്മായിയമ്മയെ അമ്മായിയച്ഛൻ സ്നേഹിച്ചത് അവൾക്ക് ഓർമ്മ വന്നു. അന്ന് അവരോട് അവൾക്ക് വെറുപ്പും അറപ്പുമായിരുന്നു തോന്നിയത്. എന്നാൽ ഇന്ന് അവരോട് അസൂയ തോന്നുന്നു. അത്രമേൽ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയ ആ സ്ത്രീ ഭാഗ്യവതിയാണ്. ആ ഭാര്യയെപ്പോലെ ഒരാളെ കിട്ടിയ അച്ഛൻ ഭാഗ്യവാനും.
താൻ ജീവന് തുല്യം സ്നേഹിച്ച പുരുഷൻ ഇന്ന് തന്നെ ഒരു ബാധ്യതയായി കാണുന്നു. അവൾ ആ മുറിയിൽ ഒറ്റപ്പെട്ടു പോയി. ആ അച്ഛൻ്റെയും അമ്മയുടെയും മകൻ തന്നെയല്ലേ ഇത്? അവരുടെ സ്നേഹം കണ്ടല്ലേ ഈ മനുഷ്യനും വളർന്നത്. എന്നിട്ടും ഈ മനുഷ്യനെന്തേ ഇങ്ങനെയായത്? അന്ന് ആ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കണ്ട് തെറ്റിദ്ധരിച്ച താൻ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെയായി തൻ്റെ ജീവിതവും. ഒരു പ്രായം കഴിഞ്ഞാൽ ഇങ്ങനെ ജീവിക്കുന്നതാണ് അന്തസ്സെന്ന് കരുതിയതിന് അത് തന്നെ ശിക്ഷയായി കിട്ടി. ആ വേദനയുടെ തീവ്രതയിൽ അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അവളിൽ നിന്നും ശബ്ദമില്ലാത്തൊരു നിലവിളി ഉയർന്നു. അവൾ വല്ലാതെ വിയർത്തിരുന്നു. ഹൃദയമിടിപ്പ് അവളുടെ കാതുകളിൽ മുഴങ്ങുന്നു. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് അറിഞ്ഞ് അർജുൻ ഉണർന്നു. എന്തു പറ്റി മാളു? എന്താ, എന്തെങ്കിലും സ്വപ്നം കണ്ടോ? അവൻ ചോദിച്ചു. അവൾക്ക് എന്തു പറയണം, എങ്ങനെ പറയണം എന്നറിയുന്നുണ്ടായിരുന്നില്ല. ഒന്നുമില്ലെന്നും പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്നു കിടന്നു. അവളുടെ കൈ കൂടുതൽ മുറുകി വരുന്നതും ഹൃദയമിടിപ്പ് കൂടുന്നതും അറിഞ്ഞ അർജുൻ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്തു പിടിച്ചുകൊണ്ട് പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു. രാത്രി അവൾ അവനെ കെട്ടിപ്പിടിച്ച് നിശബ്ദമായി ഒരുപാട് നേരം കരഞ്ഞു. നേരം വെളുത്തിട്ടും അവൾക്ക് ആ സങ്കടം മാറിയില്ല. രാവിലെ അവൾ ഉമ്മറത്തെ കോലായിൽ തളർന്നിരിക്കുകയായിരുന്നു. അവളുടെ മാറ്റം അർജുൻ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ പതിയെ അവളുടെ പുറകിലൂടെ വന്ന് അവളുടെ അരയിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ തോളിൽ താടി കുത്തി നിന്നു. ഒരു തളർച്ചയോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പുറം ചാരിയിരുന്നു. എൻ്റെ പെണ്ണിന് ഇതെന്തു പറ്റി? രാത്രി കണ്ടത് എന്താണെന്ന് എന്നോട് പറയ്. എന്താണേലും നമുക്ക് പരിഹാരം കാണാം. അവൻ അവളുടെ കാതിൽ പതിയെ ചോദിച്ചു. മാളവിക പതിയെ മുഖം മാത്രം ഒന്ന് തിരിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. അപ്പോഴും അവൾക്ക് അവൻ്റെ നെഞ്ചിൽ തന്നെ ചേർന്നിരിക്കാൻ തോന്നി. രാത്രി കണ്ട ആ പേടിപ്പെടുത്തുന്ന സ്വപ്നത്തെക്കുറിച്ച് അവൾ അവനോട് പറഞ്ഞു. അങ്ങനെയെല്ലാം സംഭവിച്ചതുപോലെയാണ് അവൾ പറയുന്നത്. പറയുമ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു. നമുക്ക് വയസ്സാകുമ്പോൾ ഏട്ടൻ എന്നെ സ്നേഹിക്കില്ലേ? ഞാനൊരു ബാധ്യതയാകുമോ? എന്നോട് സ്നേഹമില്ലാതെയാകുമോ? അങ്ങനെയൊന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അവൾ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞതു കേട്ട് അവന് ചിരിയാണ് വന്നത്. എന്നാൽ നിറഞ്ഞ കണ്ണുകളോടെ വിതുമ്പിക്കൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടതും അവൻ അവൻ്റെ ആ ചിരി പിടിച്ചു കെട്ടിയതുപോലെ നിർത്തി. പിന്നെ പതിയെ അവൻ അവളെ സാവധാനം തിരിച്ചു നിർത്തി. ഇപ്പോഴും അവൻ്റെ നെഞ്ചിലേക്ക് ചാരി തന്നെയാണ് അവൾ ഇരിക്കുന്നത്. എന്നാൽ കണ്ണുകൾ അവൻ്റെ മുഖത്താണ്. അവനൊരു പൂച്ചക്കുഞ്ഞിനെ ചുറ്റിപ്പിടിക്കുന്നത് പോലെ അവളെ ഒന്നാകെ രണ്ടു കൈകൊണ്ടും പൊതിഞ്ഞു പിടിച്ചു. ശേഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് മാളു? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ പെരുമാറുമെന്ന്, നിന്നെ സ്നേഹിക്കാതിരിക്കുമെന്ന്? നീ എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അച്ഛൻ അമ്മയെ സ്നേഹിക്കുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. അച്ഛൻ അമ്മയെ സ്നേഹിക്കുമ്പോൾ അത് വെറും പ്രകടനമല്ല, അതൊരു ഉറപ്പാണ്. നീ എത്ര വയസ്സായവളായാലും നീ എൻ്റെ പ്രിയപ്പെട്ടവളാണ് എന്ന ഉറപ്പ്. അച്ഛൻ അമ്മയെ ചേർത്ത് പിടിക്കുന്നത് പോലെ നമുക്ക് വയസ്സാകുമ്പോൾ ഞാനും നിന്നെ ചേർത്ത് പിടിക്കും. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ പഠിച്ചത് എൻ്റെ അച്ഛനിൽ നിന്നാണ്. നിന്റെ സ്വപ്നത്തിലെ പോലെ ആരും സ്നേഹിക്കാനില്ലാതെ നീ ഒരിക്കലും ഇവിടെ ഇരിക്കേണ്ടി വരില്ല. കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ മോനാണ്. അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രായം എത്രയായാലും തൻ്റെ പാതിയെ പണ്ടത്തേതുപോലെ തന്നെ സ്നേഹിക്കണം എന്നാണ്. സ്നേഹം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറയാതിരുന്നാൽ മതി. അവൻ പറഞ്ഞതും അവൾ വിടർന്ന കണ്ണുകളോടെ അവനെയൊന്ന് നോക്കി. അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തറച്ചു. അവൾ ആലോചിച്ചു നോക്കി. അച്ഛൻ അമ്മയോട് കാണിക്കുന്ന ഓരോ ചെറിയ സ്നേഹപ്രകടനങ്ങളും ആ സ്ത്രീയുടെ മുഖത്ത് നൽകുന്ന ആത്മവിശ്വാസം എത്ര വലുതാണ്. തളർന്നു പോകുമ്പോൾ താങ്ങാകാൻ ഒരാളുണ്ട് എന്ന തോന്നലാണ് ഏറ്റവും വലിയ ധൈര്യം, ഏറ്റവും വലിയ സുഖം. താൻ ഇപ്പോഴും പ്രണയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നത് എത്ര വലിയ സന്തോഷമാണെന്ന് അവൾക്ക് തോന്നി. താൻ ഇത്രയും കാലം വെറുപ്പോടെ കണ്ടത് ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ഒന്നാണെന്ന് അവൾ മനസ്സിലാക്കി. പ്രായമാകുമ്പോൾ ശരീരം തളരുമെങ്കിലും മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് ഇത്തരം ചെറിയ സ്നേഹപ്രകടനങ്ങളാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നതും ആ കണ്ണുകളിലെ ഭാവം എന്തെന്ന് അവന് മനസ്സിലായിരുന്നു. കുറ്റബോധവും തിരിച്ചറിവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവളുടെ ഈ കുഞ്ഞു മനസ്സെന്ന് അവന് തോന്നി. ഇപ്പോൾ സങ്കടമെല്ലാം തീർന്നോ ഭാര്യയെ? ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ കാതിൽ മുഖമുരസി. അവൻ്റെ താടിത്തുമ്പ് തട്ടിയപ്പോൾ അവൾക്ക് ഇക്കിളിയായി.
നാണം കൊണ്ട് അവളുടെ മുഖം ചുവന്നുപോയി. ആരേലും കാണുമേട്ടാ? അവളൊന്ന് ചുറ്റും നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. ഓ പിന്നെ, ഇവിടെ ആര് കാണാനാ? അല്ലേലും ഇനിയിപ്പോ ആരേലും കണ്ടാൽ തന്നെ എന്താ? എൻ്റെ ഭാര്യ, എൻ്റെ വീട്, അതിനിപ്പോ എന്താ? അവൻ വീണ്ടും അവളുടെ കാതിൽ മുഖമുരസിക്കൊണ്ട് പറഞ്ഞു. അവളിൽ നിന്നുമുള്ള ചിരി അവിടെ ഉയർന്നു കേട്ടു. അന്ന് വൈകുന്നേരം അവൾ ഉമ്മറത്തേക്ക് വരുമ്പോൾ അവിടെ അച്ഛൻ അമ്മയുടെ നരച്ച മുടി ചീകിക്കൊടുക്കുകയായിരുന്നു. ഇത്തവണ മാളവിക അവരിൽ നിന്നും അറപ്പോടെയും വെറുപ്പോടെയും മുഖം തിരിച്ചില്ല. പകരം ആദ്യമായി കാണുന്നൊരു കൗതുകത്തോടെ അവൾ അവരെ തന്നെ 2 നിമിഷം നോക്കി നിന്നു. പിന്നെ അവൾ പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നു. അച്ഛാ, അമ്മേ, ചായ എടുക്കട്ടെ? അവൾ നിറഞ്ഞ ചിരിയോടെ ചോദിച്ചു. അച്ഛൻ അവളെ നോക്കി ചിരിച്ചു. ഇതുവരെ അകന്നു പോയിക്കൊണ്ടിരുന്ന മകൾ ഇന്ന് സ്നേഹത്തോടെ ചോദിക്കുന്നത് കേട്ട് അയാൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അമ്മയുടെ മുഖത്തും ചിരി തന്നെയാണ്. എടുക്കും മോളെ. പിന്നെ അമ്മയ്ക്ക് ഇത്തിരി പഞ്ചസാര കുറച്ച് എടുത്താൽ മതിയേ? അച്ഛൻ ഒരു ചിരിയോടെ പറഞ്ഞതും അവളും ഒരു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. മാളവിക അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ പെയ്തുകൊണ്ടിരുന്ന മഴ തോർന്നിരുന്നു. സ്നേഹത്തിന് പ്രായമില്ലെന്നും ചേർത്ത് പിടിക്കുന്ന ഓരോ നിമിഷവുമാണ് ജീവിതത്തെ ധന്യമാക്കുന്നതെന്നും അവൾ അവരിൽ നിന്നും പഠിച്ചിരിക്കുന്നു. ചായയുമായി ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ മുടിയെല്ലാം ചീകിക്കഴിഞ്ഞ് അമ്മയോട് ചേർന്നിരുന്ന് വർത്തമാനം പറയുകയാണ്. മാളവിക അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അച്ഛാ, അമ്മേ, ഇതാ ചായ. അവൾ സ്നേഹത്തോടെ അവരുടെ നേരെ ചായ ഗ്ലാസ് നീട്ടി. മക്കൾ കുടിച്ചോ? അയാൾ ചോദിച്ചു. ഏട്ടൻ എന്തോ ജോലിയില്ല, ഏട്ടൻ വന്നിട്ട് കുടിക്കാം, അവൾ പറഞ്ഞു. എന്നാൽ പിന്നെ അവൻ കൂടെ വന്നിട്ട് മതിയായിരുന്നല്ലോ, അമ്മ ചോദിച്ചു. അത് സാരില്ല, ഏട്ടൻ വന്നിട്ട് ഒന്നുകൂടി കുടിക്കാം, അവളൊരു ചിരിയോടെ പറഞ്ഞതും അവരും ഒന്ന് ചിരിച്ചുപോയി. ഏറെ നാളുകൾക്ക് ശേഷം നേരത്തെ ചായ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറയാൻ അയാൾക്ക് തോന്നിയില്ല. ആ അച്ഛൻ്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞു. അവൾ അവർക്കരികിലായി ഇരുന്നു. അച്ഛാ, അമ്മേ, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു, അവൾ പറഞ്ഞു. അച്ഛൻ അമ്മയെ നോക്കിയൊന്ന് ചിരിച്ചു. മാളവികയ്ക്ക് മനസ്സിലായി, സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരു തെറ്റല്ല, അത് പ്രായമാകുമ്പോഴും കൂടെ ഉണ്ടാകേണ്ട ഒരു താങ്ങാണെന്ന്. പെട്ടെന്ന് പിറകിലൊരു ചുമ കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി. മാളു, ഒന്നിങ്ങു വന്നേ, അവൻ വിളിച്ചതും ഇപ്പോൾ വരാമേ എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് അവനരികിലേക്ക് ചെന്നു. അവൾ അടുത്തെത്തിയതും അവൻ അവളെ ഒറ്റ കൈകൊണ്ട് പൊക്കിയെടുത്തു. വെറുതെ അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പ് ആകുന്നതിനു പകരം നമുക്കൊരു സ്വർഗം തീർക്കാന്നേ. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൊണ്ട് മുറിയിൽ കയറി വാതിലടച്ചു. അവൻ അവളോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി. കുറച്ച് കരഞ്ഞാലും അങ്ങനെയൊരു സ്വപ്നം കണ്ടത് നന്നായെന്ന് അവൻ്റെ ഉള്ളം പറഞ്ഞു. ആ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ മഴവില്ല് 7 അഴകോടെ വിരിഞ്ഞു നിന്നു.